الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. فقد قال الله سبحانه وتعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله سبحانه وتعالى അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അവനനുസരിച്ചുകൊണ്ട് നിറഞ്ഞ തഖ്വയോടുകൂടി ജീവിതം മുഴുവൻ ശ്രദ്ധയോടുകൂടി കഴിഞ്ഞുകൂടണമെന്ന് ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളെല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുക. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ ഭൂമിയിൽ അള്ളാഹു ജീവിതത്തെ അനുവദിച്ചു തന്നത്. ഈ ജീവിതം സുഖകരമായ നിലയിൽ നയിക്കുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളെയും സൗകര്യങ്ങളെയും അള്ളാഹു നമുക്കൊരുക്കി തന്നു. അള്ളാഹുവിന്റെ ഔദാര്യവും അനുഗ്രഹവും കൊണ്ട് മാത്രം നമുക്ക് ലഭിച്ചതാണ്. ഈ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നവനായ അള്ളാഹുവിനെ അറിയുകയും അവൻ നൽകിയ ഈ നിഅമത്തുകൾക്കൊക്കെ സാധിക്കുന്നത് പോലെ അവനെ ശുക്ർ ചെയ്യുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്താൽ നമ്മളെ അവൻ നല്ല അടിയാറുകളായി എഴുതുന്നതാണ്. നല്ല അടിയാറുകൾക്കായി അള്ളാഹു വണ്ണമായ പ്രതിഫലത്തെ ഒരുക്കി വച്ചിട്ടുമുണ്ട്. ആ പ്രതിഫലത്തെ സംബന്ധിച്ചിട്ട് പരിശുദ്ധ ഖുർആനും ഹദീസും അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളും ആവോളം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖങ്ങളും സന്തോഷങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള നമ്മുടെ ജീവിത വിഭവങ്ങളും അതിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സുഖാനുഭൂതികളും ഒക്കെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ലോകത്തൊരുക്കി വെച്ചിരിക്കുന്നു. അഅ്തു ലിഇബാദിയസ് സാലിഹീന മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. അല്ലാഹു പറയുന്ന വചനം, അഅ്തു ലിഇബാദിയസ് സാലിഹീൻ, ഞാൻ എൻ്റെ നല്ല ദാസന്മാർക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണുകൊണ്ടും കാണാൻ കഴിയാത്ത, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതുകൊണ്ടും കേൾക്കാൻ കഴിയാത്ത, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനസ്സുകൊണ്ടും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള സുഖാനുഭൂതികളെ ഞാൻ എൻ്റെ നല്ല അടിയാറുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹദീസ് നമ്മൾ ഇടക്കിടയ്ക്ക് കേൾക്കുന്നതാണ്. എന്നാൽ ഇതിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നമ്മോട് സ്നേഹവാത്സല്യത്തോടുകൂടി നടത്തുന്ന ഒരു പ്രോത്സാഹന പ്രഖ്യാപനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവനെ ശുക്ർ ചെയ്തുകൊണ്ട് അവനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അനുസരണയോടെ ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മളെ അവൻ ഇബാദുസ് സാലിഹീങ്ങളിൽ എഴുതുന്നു എന്നാണ് ആദ്യത്തേത്. ഇബാദുസ് സാലിഹ്, അവൻ എൻ്റെ അടിമയാണ്, അവൻ എൻ്റെ ദാസനാണ്, അവൻ എൻ്റെ ദാസനാണ് എന്ന് നമ്മുടെ റബ്ബ് പറയുന്നതിനേക്കാളും വലിയൊരു സുഖം വേറെ എന്താ? അവൻ എൻ്റെ ആളാണ്, എൻ്റെ ആളാണ് എന്ന് പറയുന്നതിനേക്കാളും ഒരു രസവും സുഖവും ഒരുപക്ഷെ വേറെ ഇല്ല. മഹാന്മാരായ സലഫുസ് സാലിഹീങ്ങളായ ചില ആളുകൾ പറയുമായിരുന്നു, സ്വർഗം എന്തിനാണ്, സ്വർഗത്തിൽ എന്ത് സുഖമാണുള്ളത്, ഞങ്ങൾ സ്വർഗത്തെ അല്ല ആശിക്കുന്നത്, പിന്നെ ആ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച് ഞങ്ങളെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ രക്ഷിതാവിനെയും അവന്റെ തൃപ്തിയുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു തലത്തിലേക്ക് നമ്മൾ വളരണം, നമ്മുടെ മനസ്സ് മാറണം.
നമ്മുടെ കാഴ്ചപ്പാടുകൾ തിരുത്തണം. ഒരു മഹാൻ അവറുകളോട് ശിഷ്യഗണങ്ങൾ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു എന്നോട് പറയാണ്, നിനക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഞാൻ തരാം. ഒന്നെങ്കിൽ നീ സ്വർഗത്തിൽ പോയിക്കോളൂ, അല്ലെങ്കിൽ നീ 2 റക്അത്ത് നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞാൽ. ഒരു മഹാനവറുകൾ പരലോകത്തെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ നമ്മോട് പറഞ്ഞു തരികയാണ്. നമുക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സ്വർഗവാതിലിൽ നിന്നുകൊണ്ട് അള്ളാഹു എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തരികയാണ്. വേണമെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പോകാം, അതല്ലെങ്കിൽ നിനക്ക് 2 റക്അത്ത് നിസ്കരിക്കാം എന്ന് എന്റെ റബ്ബ് എന്നോട് പറഞ്ഞാൽ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ തിരഞ്ഞെടുക്കും. എനിക്ക് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ, സ്വർഗത്തിൽ പോകുന്നത് എന്റെ ഇഷ്ടത്തിനാണ്, എന്റെ താല്പര്യത്തിനാണ്, എന്റെ സുഖത്തിനാണ്. എന്നാൽ 2 റക്അത്ത് നമസ്കരിക്കുന്നത് എന്റെ റബ്ബിന്റെ ഇഷ്ടത്തിനാണ്, അവനെ പൊരുത്തപ്പെടുത്താൻ വേണ്ടി, അവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. എനിക്ക് വേണ്ടത് അവന്റെ തൃപ്തിയാണ്, അവന്റെ പൊരുത്തമാണ്. റിദ്വാനും മിനല്ലാഹി അക്ബർ, റിദ്വാനും മിനല്ലാഹി അക്ബർ. അള്ളാഹുവിന്റെ ഭാഗത്തുള്ള തൃപ്തി, അവന്റെ സന്തോഷം, അതാണ് ഏറ്റവും വലുത്. അത് സ്വർഗത്തെക്കാളും വലുതാണ്, ഒരു സംശയവും വേണ്ട. പ്രിയപ്പെട്ടവരെ, എന്റെ അടിമകൾ, എന്റെ അടിമകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുറിച്ച് പറയുന്നതാണ് ഏറ്റവും വലിയ അംഗീകാരം. അതാണ് ഏറ്റവും വലിയ സുഖം. അങ്ങനെ ആകാൻ നമുക്ക് സാധിച്ചാൽ, അഥവാ നമ്മൾ നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കുകയും അവന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുകയും അവന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ റമദാനിന് ഇത്ര വലിയ പ്രാധാന്യം ലഭിച്ചത്, നോമ്പ് എന്ന അമലിന് ഇത്ര വലിയ ശ്രേഷ്ഠത ലഭിച്ചത്. എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ സംബന്ധിച്ച്, അഥവാ റമദാനിന്റെ നോമ്പിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞപ്പോൾ അസ്സൗമുലി, നോമ്പ് എന്ന് പറഞ്ഞാൽ അത് എനിക്കുള്ളതാണ്, അതുകൊണ്ട് തന്നെ വഅന അജ്സി ബിഹി, ഞാനാണ് അതിന്റെ പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞു. നോമ്പ് എനിക്ക് വേണ്ടിയുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാനാണ് നൽകുക. മറ്റ് ഹദീസുകളിലൊക്കെ അമലുകളെ സംബന്ധിച്ചിട്ട്, അതിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ചിട്ട് ഒരുപാട് പരാമർശങ്ങൾ വന്നപ്പോൾ ഇത്തരം അമലുകളെ കുറിച്ചിട്ട് നമുക്ക് അധിക ഫളായിലുകളും ശ്രേഷ്ഠതകളും ഒന്നും പറയുന്നതായി കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? ഏതൊരു അമലിന് അള്ളാഹുവിന്റെ സന്നിധിയിൽ കൂടുതൽ പ്രാധാന്യമുണ്ടോ, ചിലപ്പോൾ ആ പ്രാധാന്യത്തെ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അതിന്റെ ശ്രേഷ്ഠതയെയും അതിന്റെ ഫലത്തെയും പ്രതിഫലത്തെയും ഒളിപ്പിച്ചു വെക്കുമെന്ന് ഉലമാക്കൾ പറയുന്നുണ്ട്. അതിന്റെ ഫലത്തെ നമ്മൾ പറയാറില്ലേ, നിനക്ക് ഞാനൊരു സമ്മാനം തരും, നിനക്ക് ഞാനൊരു സർപ്രൈസ് തരും, അത് ഞാൻ തരും. അപ്പൊ ഈ കുട്ടികൾ നമ്മുടെ അടുക്കൽ ഇടക്കിടയ്ക്ക് വന്നിട്ട് ചോദിക്കും, എന്താ സർപ്രൈസ്, എന്താ സമ്മാനം? ഉണ്ട്, വരും, തരും. പ്രിയപ്പെട്ടവരെ, ആ സർപ്രൈസ് എന്ന് പറയുന്ന സമ്മാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതിന്റെ ആ കാത്തിരിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളുടെ റബ്ബ് നമുക്ക് വേണ്ടി അങ്ങനെ ഒരു സമ്മാനം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين فلا تعلم نفس ما أخفي لهم من قرة أعين ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. പാതിരാത്രിയിൽ എല്ലാവരും സുഖനിദ്രയ്ക്കുള്ള വിരിപ്പുകളിൽ പുതച്ചു മൂടി കിടന്നുറങ്ങുമ്പോൾ, രാത്രിയാണ്, ഇരുളാണ്, നിശബ്ദതയാണ്, ആരും കാണാത്ത സാഹചര്യമാണ്, സമയമാണ്, ഉറങ്ങാൻ വിശ്രമിക്കാനൊക്കെ നല്ല സൗകര്യമാണ്. പക്ഷേ ഉറക്കത്തിൽ നിന്നും വിശ്രമത്തിൽ നിന്നും തന്റെ പാർശ്വങ്ങളെ ഉയർത്തുന്നു. എന്തിനു വേണ്ടിയാണ് ഉയർത്തുന്നത്? രാത്രി വലിയ ചൂടായിരുന്നു, കറണ്ട് പോയി, ഫാനും ഇല്ല, AC-യും ഇല്ല, ചൂട് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ഞാൻ എണീച്ചിരിക്കുകയായിരുന്നു, ഉറങ്ങിയില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. രാത്രി പല്ലുവേദനയുള്ള എൻ്റെ ഉമ്മാ ഒരു വേദന, എന്താ വേദന? പല്ലുവേദനയുടെ കടുപ്പം കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കടന്നിട്ട് നിവർത്തിയില്ലാതെ ഞാൻ എണീച്ചു നിന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, നമുക്ക് അങ്ങനത്തെ വേദനയുടെ പേരിലല്ല, അസ്വസ്ഥതയുടെ പേരിലല്ല,
ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യത്തിന്റെ പേരിലല്ല. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷെ ഈ പാതിരാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു. നേരത്തെ പറഞ്ഞ ആ റബ്ബുണ്ടല്ലോ, ആ റബ്ബ്, ആ രക്ഷിതാവ് എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ ഉണർന്നിരുന്നു കൊണ്ട് അവന്റെ അടിമകൾക്ക് വേണ്ടി ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു, ഞാൻ ഇപ്പം തരാം എന്ന് പറയുന്നു. നമ്മൾ കേൾക്കാത്ത ഒരു ശബ്ദത്തിൽ, ഉള്ളിലേക്ക് അടിച്ചിറങ്ങുന്ന ഒരു ശബ്ദത്തിൽ, എന്താ റബ്ബ് എന്നോട് ചോദിക്കുക, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, ബാ ചോദിക്കുമെന്ന് പറയാ പഠിച്ചത്. പാപമോചനത്തെ തടാനുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. എല്ലാവരും ഉറങ്ങുന്നു. പുതപ്പിൽ ഉറങ്ങാൻ കിടക്കുന്ന നമ്മളുടെ അരികിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോള് മെല്ലെ നമ്മൾ എടുത്ത് തൊട്ടരികിൽ ഉറങ്ങുന്ന ഭാര്യ പോലും അറിയാതെ രഹസ്യമായി എന്താന്ന് ചോദിക്കുന്നു. അപ്പൊ പറയാ, ഇറങ്ങിക്കൂടെ, പോയിക്കൂടെ, ഇന്ന സ്ഥലത്ത് ഇന്ന ആവശ്യത്തിന് വേണ്ടി പാതിരാത്രിയിൽ ഞാനുണ്ട്, ഇന്നാളുണ്ട്, ചങ്ങായിമാരുണ്ട്, വാ എന്നൊക്കെ പറയുമ്പോൾ ആരും കേൾക്കാതെ ആരും അറിയാതെ ആ സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മെല്ലെ നമ്മൾ ഇറങ്ങി പോകുന്നു എന്ന് വിചാരിക്കുക. എന്തിനു വേണ്ടിയാണ് ഇറങ്ങുന്നത്? ഒരു പക്ഷേ തെറ്റുകുറ്റങ്ങൾക്ക് വേണ്ടിയാകാം, പാപകർമ്മങ്ങൾക്ക് വേണ്ടിയാകാം, ഒന്നുമല്ലെങ്കിൽ പാഴ്വലയ്ക്ക് വേണ്ടിയാകാം, സമയം പാഴാക്കാൻ വേണ്ടിയാകാം, പാതിരാത്രിയിൽ അനാവശ്യമായ നിലയിൽ രാവിലെ ചെലവഴിക്കാൻ വേണ്ടിയാകാം. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ സുഖകരമായ നിദ്രയ്ക്ക് സൗകര്യം ഒരുക്കപ്പെട്ടിരിക്കുന്ന വേളയിൽ നമ്മുടെ അരികിൽ ഒരു ഉൾവിളി വരുന്നു. എന്താ ഉൾവിളി? തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. നമ്മൾ അരികിലിരുന്ന് ആരോ വിളിക്കുമ്പോൾ എഴുന്നേൽക്കുക. എന്തിനു വേണ്ടി? നിന്റെ റബ്ബിന്റെ മുമ്പിൽ അവന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി, ആ റബ്ബിനോട് വിളിച്ചു ദുആയിരക്കാൻ, കരഞ്ഞു ദുആയിരക്കാൻ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇങ്ങനെ പാതിരാത്രിയിൽ, ആരും കാണാത്ത നേരത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കുന്നു, ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നു. ആ തഹജ്ജുദിന്റെയും ഖിയാമുൽ ലൈലിന്റെയും വേളയിൽ അല്ലാഹുവിലേക്ക് അവന്റെ ഹൃദയത്തെ തിരിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. ഹദീസുകളുടെ വിശദീകരണങ്ങളിൽ കാണാം, ഒരു മനുഷ്യൻ എല്ലാ ഹൃദയങ്ങളും ഉറങ്ങുന്ന പാതിരാത്രിയിൽ ഉണർന്നെഴുന്നേറ്റ് പടച്ചവന്റെ മുമ്പിൽ നിറക്കണ്ണുകളോടെ നിന്ന് നമസ്കരിക്കുകയും ഇബാദത്തെടുക്കുകയും ചെയ്താൽ എല്ലാ ഹൃദയങ്ങളും പടയ്ക്കുകയും ഒരു പക്ഷേ പൊടിഞ്ഞ് തരിപ്പണമാവുകയും ചെയ്യുന്ന ആ ദിവസത്തിൽ അവന്റെ ഹൃദയത്തെ അള്ളാഹു സജീവമാക്കുന്നതാണ്. ഒരു ദിവസം വരാൻ പോകുന്നുണ്ടല്ലോ. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. اتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ തറാവീഹ് നമസ്കാരത്തിൽ അലിഫ് ലാം മീം എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറ ഓതിയപ്പോൾ ആദ്യത്തെ ജുസുവിൽ അല്ലാഹു രണ്ട് സ്ഥലത്ത് ഈ വചനത്തെ നമ്മളെ ഓതി കേൾപ്പിച്ചു. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. നിങ്ങൾ ഭയപ്പെടണം, സൂക്ഷിക്കണം, കരുതിയിരിക്കണം. എന്തിനെ കരുതിയിരിക്കണം? യൗമൻ, ഒരു ദിവസത്തെ കരുതിയിരിക്കണം. ഏത് ദിവസത്തെയാണ് കരുതിയിരിക്കുന്നത്? ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ. ഒരു ശരീരത്തിനും മറ്റൊരു ശരീരത്തെ സഹായിക്കാൻ കഴിയാത്ത ഒരു ദിവസം, ഒരു ശരീരത്തിനും മറ്റൊരു ശരീരത്തെ സഹായിക്കാൻ കഴിയാത്ത ഒരു ദിവസം. ആ ദിവസത്തെ നിങ്ങൾ കരുതിയിരിക്കണം. ആ ദിവസം ഏതാണെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? പൊതുവെ നമ്മൾ അതിനർത്ഥം വെക്കുന്നത് ഖിയാമത്ത് എന്നാണ്. മറ്റു ചിലപ്പോൾ നമ്മൾ അതിനർത്ഥം വെക്കുന്നത് മരണവേള എന്നാണ്, മരണസമയം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്ന ആ ഭയാനകമായ അവസ്ഥാവിശേഷത്തെയോ അല്ലെങ്കിൽ നമ്മുടെ മരണത്തിന്റെ വേളയിൽ സംഭവിക്കാൻ പോകുന്ന ഭീതിജനകമായ ആ അവസ്ഥാവിശേഷത്തെയോ മാത്രമല്ല, ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുമ്പിൽ 1000 അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിശുദ്ധ വാക്യത്തെ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ. കുറച്ച് ദിവസങ്ങളായി ആശുപത്രിയിലായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് തന്നെ രോഗികളുടെ വ്യത്യസ്തമായ അനുഭവങ്ങൾ, വേദനകൾ നേരിട്ട് അറിയേണ്ടി വന്നു. പല സഹോദരങ്ങളുടെയും നേരിട്ടുള്ള അനുഭവങ്ങൾ, പല സഹോദരങ്ങളുടെയും രോഗ സന്ദർശന വേളയിലുള്ള വേദനകൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ആയുസ് തന്നവനായ അല്ലാഹു എത്ര ഔദാര്യം കൊണ്ടാണ് നമുക്ക് ആയുസ് തന്നത്. ഈ ആയുസിനെ നല്ല നിലയിൽ വിനിയോഗിക്കാനുള്ള സൗഭാഗ്യം, ആരോഗ്യം കൊണ്ട് അനുഗ്രഹം ചെയ്ത പടച്ചവൻ നമുക്ക് എത്ര വലിയ നിഅമത്താ ചെയ്തത്.
ആയുസ് കുറഞ്ഞാൽ, ആരോഗ്യം കുറഞ്ഞാൽ, ആഫിയത്ത് കുറഞ്ഞാൽ, നമ്മുടെ സുഖകരമായ നിലയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ സംഭവിച്ചാൽ, താളപ്പിഴകൾ സംഭവിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ എന്ന് പറഞ്ഞ ആ ഭയങ്കരമായ താക്കീതിന്റെ കെടുതി അനുഭവിക്കേണ്ടി വരും. ഭയങ്കരമായ താക്കീതിന്റെ ഈ കെടുതി ഖിയാമത്ത് നാൾ വരെ കാത്തു നിൽക്കണമെന്നില്ല, മരണമാസന്നമാകുന്ന നേരം വരെ കാത്തു നിൽക്കണമെന്നില്ല. ഒരു സഹോദരൻ അവന്റെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയുമായി അധ്വാനിക്കുകയാണ്. അധ്വാനത്തിന്റെ വ്യത്യസ്ത മേഖല നമുക്കൊക്കെ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. പ്രഭാതത്തിൽ വീട്ടിൽ നിന്നും വാഹനത്തിൽ ഒരുങ്ങി ഇറങ്ങുന്ന ഈ മനുഷ്യന്റെ മനസ്സിൽ അവന്റെ കുടുംബത്തെ പോറ്റുക എന്ന ആഗ്രഹമാണ്, അവന്റെ അന്നം തേടുക എന്നുള്ള ആഗ്രഹമാണ്, അവന് സുഖകരമായി ജീവിക്കാനുള്ള താല്പര്യമാണ്. ആ യാത്രയിൽ അവന് സംഭവിക്കുന്നത് വേറൊന്നല്ലേ, അവന് സംഭവിക്കുന്നത് വേറൊന്നും. അല്ലാഹു തആല, ഞാനിതൊക്കെ ഉദാഹരണമായി പറയുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ഇതൊക്കെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയുമ്പോൾ നമ്മളുടെ ജീവിതത്തെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് കിട്ടിയ നിഅമത്തിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. രണ്ടാമത്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ അറിയുമ്പോൾ അവർക്ക് വേണ്ടി അകമഴിഞ്ഞ് ദുആരക്കാൻ കൂടിയാണ്, ദുആ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, ബന്ധുക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. കാരണം അവിടെ ദുആ അല്ലാത്ത വേറെ ഒന്നും ഫലപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അവരെ പോലെ എത്തിച്ചേരുകയാണ്. ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളുമായി വീട്ടിൽ നിന്ന് ഇറങ്ങി വാഹനം ഓടിച്ചു പോകുന്നവൻ, അവന്റെ ഭാഗത്ത് തെറ്റൊന്നും സംഭവിച്ചില്ല, അവന്റെ ഭാഗത്ത് കുറവും കുറ്റവും ഒന്നും സംഭവിച്ചില്ല. അവന്റെ സ്വന്തം ട്രാക്കിലാണ്, കൃത്യമായ നിയമം പാലിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ എതിരിൽ നിന്നും വന്ന ഒരു വാഹനം അവന്റെ വാഹനത്തെ കൂട്ടിയിടിച്ചു. അവരും കുറ്റക്കാരൊന്നുമല്ല, അവർ ഉറങ്ങിപ്പോയി എന്നാണ് കാരണം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കാരണം എന്തു പറഞ്ഞാലും പോയത് എന്റെ ജീവിതമല്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഉറങ്ങിപ്പോയി ന്യായമാണ്, ശരിയാണ്. പക്ഷെ ന്യായവും ശരിയും ഒക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? വളരെ ചെറുപ്പക്കാരനായ അധ്വാനശീലനായ കുടുംബത്തെ പോറ്റുന്നതിൽ ആ കുടുംബം, ആ മനുഷ്യരിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരു സഹോദരൻ ഇതാ അവന്റെ ജീവിതം മറ്റൊരവസ്ഥയിലേക്ക് മാറുക, ഓർമ്മയില്ലാതെ കിടക്കുകയാണ്. ഇനി എത്ര നാളുകൾ അവനെ ചികിത്സിച്ചാൽ, അങ്ങനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് എത്ര പണം ചെലവഴിച്ചാലാണ് ഇനി അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരിക എന്ന് നമുക്ക് പറയാൻ കഴിയും. ബാഹ്യമായ നിലയിൽ അവന്റെ ശരീരത്തിൽ വലിയ മുറിവുകളൊന്നും ഇല്ലെങ്കിലും അവന്റെ ഉള്ളുകൊണ്ട് അവൻ കോമയിലാണ് എന്ന് നമ്മൾ പറയുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഇതെന്തിനാണ് പടച്ചവൻ നമ്മളുടെ മുമ്പിൽ അനുഭവങ്ങളാക്കി കാണിച്ചു തരുന്നത്? അള്ളാഹു ആ സഹോദരങ്ങൾക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു സഹോദരന്റെ ദുഃഖകരമായ അവസ്ഥ കണ്ടു, അറിഞ്ഞു, മനസ്സിലാക്കി. അയാള് ബാഹ്യമായ നിലയിൽ ഒന്ന് ചെറുങ്ങനെ വീണതാണ്, ചെറിയ രോഗം വന്നു, അയാൾ ആശുപത്രിയിൽ അഡ്മിറ്റായി. സാധാരണ ആശുപത്രികളെ കൊണ്ടൊന്നും നടക്കാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിലെ വലിയ ആശുപത്രിയിൽ ചികിത്സിക്കുന്ന ഈ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം അനുജനും ഭാര്യയും അരികിലുണ്ട്. രോഗിയായ മനുഷ്യനെ ബാഹ്യമായി കണ്ടാൽ ഒരു രോഗവും തോന്നുന്നില്ല. അദ്ദേഹം എഴുന്നേൽക്കുന്നു, നിൽക്കുന്നു, നടക്കുന്നു, പോയി കണ്ട നമ്മളെ കണ്ട് കൈതരുന്നു, നമ്മളോട് സംസാരിക്കുന്നു. പക്ഷേ ആ മനുഷ്യന്റെ ഒരു ചില പെരുമാറ്റത്തിൽ നിന്നും ഹൃദയം പൊട്ടിപ്പോയി പ്രിയപ്പെട്ടത്. എന്താ കാരണം? സ്വന്തം ജ്യേഷ്ഠനെ കണ്ടപ്പോൾ അടുത്തു നിന്ന് ആളോട് ചോദിക്കാൻ, ഇതാരാ, ഇയാൾ എവിടുന്നാ വന്നത് എന്ന് ചോദിച്ചു. ജ്യേഷ്ഠന്റെ ഹൃദയം പൊട്ടി, കണ്ടു നിൽക്കുന്ന നമ്മളുടെ ഹൃദയം പൊട്ടി. പ്രിയപ്പെട്ടവരെ, അപകടം പലതരത്തിൽ സംഭവിക്കുന്നു, അംഗഭംഗങ്ങൾ ഉണ്ടാകുന്നു. അംഗഭംഗങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരൻ കോമയിലാണ്, അനങ്ങാൻ കഴിയുന്നില്ല, കിടത്തത്തിലാണ്. ഓർമ്മ വരണമെങ്കിൽ ഇനി എത്ര മെനക്കെടണം, ദ്വാരക്കണം, പണം ചെലവഴിക്കണം, ചികിത്സിക്കണം. ഇവിടെ ബാക്കിയൊക്കെ ഉണ്ട്, നടക്കുന്നുണ്ട്, എഴുന്നേക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്, വർത്താനം പറയുന്നുണ്ട്. പക്ഷേ ഓർമ്മ നഷ്ടപ്പെട്ടു. അത് മറ്റൊരു തരത്തിൽ പടച്ചവന്റെ പരീക്ഷ. ഞാനിതിനെ ഇത് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രാവിശിഷ്ടങ്ങളിൽ നിന്നും പ്രസംഗത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കോട്ടിങ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇന്നലേക്ക് മുമ്പുമുള്ള മണിക്കൂറുകളിൽ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന അനുഭവങ്ങളിലൂടെയെങ്കിലും നമുക്ക് പഠിക്കാൻ കഴിയണ്ടേ പ്രിയപ്പെട്ടവരെ? അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകുമാറാകട്ടെ, സിഹത്ത് തരുമാറാകട്ടെ. രാവിലെ എഴുന്നേറ്റ് പീഡിയയിൽ വരുന്നു, വലിയ വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി അതിന്റെ ഷട്ടർ പൊന്തിക്കുന്നു, സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നു. പെട്ടെന്ന് ഒരു ചെറിയ തലക്കറക്കം ഉണ്ടാകുന്നു. ആ മനുഷ്യന്റെ ജീവിതത്തെ ആശുപത്രിയിലേക്ക് മാറ്റി പാർപ്പിക്കുന്നു.
ഷട്ടർ പകുതി അടച്ച് അയാൾ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഒരു സ്ഥലം ഇങ്ങനെ മെല്ലെ 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 ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ തളരാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ 10,000-കണക്കിന് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ. പരിശുദ്ധ റമദാൻ സമാഗതമാകുന്നതിന്റെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ ജീവിതത്തെ കുറിച്ചിട്ട് വലിയ പ്രതീക്ഷകളുമായി ഓടി നടന്നിരുന്നവർ, ജീവിതത്തെ കുറിച്ച് വലിയ പ്രതീക്ഷകളുമായി ഓടി നടന്നിരുന്നവർ, പ്രിയപ്പെട്ടവർ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എനിക്ക് 1000 അനുഭവങ്ങളുണ്ട്. എന്റെ പ്രിയങ്കരായ സഹോദരങ്ങളുടെ ദുഃഖങ്ങൾ കേട്ട് 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 അവർക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടിയിട്ട് അവരെ സമീപിച്ചുകൊണ്ട് അവര് പറയുന്ന വേദന നിറഞ്ഞ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഒരുപാട് അനുഭവ പാഠങ്ങളുണ്ട്. മുമ്പ് വരെയല്ലേ ഞങ്ങളെ കോമ്പൗണ്ടിൽ 5 കുടുംബങ്ങളുണ്ട്, ഏട്ടത്തിയനിയത്തി മക്കളാണ്. ഈ 5 കുടുംബങ്ങൾക്കൂടെ ഒരു സാധാരണ ഭാര്യയും ഭർത്താവും അവരുടെ അനുജത്തിയും ഒക്കെ വന്നിങ്ങനെ ചാക്കിൽ ചില്ലറ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി തയ്യാറാക്കി റെഡിയാക്കി പോകുമ്പോൾ അറിയാതെ നമ്മൾ ചോദിച്ചു പോയി, ഇത്രപാട് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി അവിടെ കൊണ്ടുപോവാ അങ്ങനെ ചോദിക്കൂല്ലോ. ഒരു സാധാരണക്കാരായ ഫാമിലി ഇങ്ങനെ ചാക്കിൽ ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുപോവാ. പ്രിയപ്പെട്ടവരെ, അവര് പറഞ്ഞു, ഞങ്ങളുടെ കോമ്പൗണ്ടിൽ ഞങ്ങൾ 5-6 ആളുകളുണ്ട്, റമദാൻ വരുമല്ലേ നാളെ മുതൽ, അതുകൊണ്ട് റമദാനിൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പങ്കിട്ടെടുക്കാനാ, ഞങ്ങൾ എല്ലാവരും കുറേശ്ശെ തിന്നാനാ. പ്രിയപ്പെട്ടവരെ, തിന്നാൻ വേണ്ടിയിട്ട് ചാക്കുകെട്ടിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ ഫ്രൂട്ട്സ് അവിടെ എത്തി അത് മുറിച്ച് പാകപ്പെടുത്തി മുന്നിൽ വെച്ചിട്ട് അത് തിന്നാൻ ഇത് വാങ്ങിയ ആളില്ല. യാദൃച്ഛികമായി അത്തരം ആളുകളുമായി സംവദിക്കുകയോ സംസാരിക്കുകയോ ചെയ്യേണ്ടി വരുമ്പോൾ അതിനുശേഷം നമുക്ക് ഇത്തരം വിഷയങ്ങൾ കേൾക്കുമ്പോൾ, വിവരങ്ങൾ കേൾക്കുമ്പോൾ, വാർത്തകൾ കേൾക്കുമ്പോൾ എങ്ങനെ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കും? അതുകൊണ്ടാണ് പലപ്പോഴെങ്കിലും പരിശുദ്ധ ഖുർആനിന്റെ ചില വാചകങ്ങൾ, ഖുർആനിന്റെ വാക്കുകൾ നമസ്കാരാദി കർമ്മങ്ങളിലും മറ്റുമൊക്കെ ഓതി കേൾക്കുമ്പോൾ അറിയാതെ ഹൃദയം പൊട്ടിപ്പോകുന്നത്. ജനങ്ങളെ, ജനങ്ങളെ ഭയന്ന് കഴിയണം, സൂക്ഷിച്ച് ജീവിക്കണം, കരുതിയിരിക്കണം. ഒരു ദിവസം വരും ഐസിയുവിൽ കിടക്കുന്ന പ്രിയപ്പെട്ട വാപ്പയ്ക്ക് വേണ്ടിയിട്ട് പുറത്തിരുന്ന് കരയാനല്ലാതെ ഉള്ളിലൊന്ന് കടന്നു നോക്കണമെങ്കിൽ വൈകുന്നേരം ഒരാള്, രാവിലെ ഒരാള്. ആ ഒരാൾക്ക് ഒന്ന് കയറാം എന്ന് പറഞ്ഞാൽ പടച്ചോൻ പറയുന്ന ഖുർആനിന്റെ ആഴവും അർത്ഥവും നമ്മൾ മനസ്സിലാക്കണം. ഐസിയുവിൽ കിടക്കുന്ന അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന എന്റെ വാപ്പക്ക് ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ലെന്ന് മാത്രമല്ല, രാവിലെയും വൈകുന്നേരവും അവരനുവദിക്കുന്ന ഒരാളോ അരയാളോ മാത്രമേ ഒന്ന് കയറി കാണാൻ പോലും പറ്റുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ ഈ ദുനിയാവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം. എന്റെ മക്കളെ കൊണ്ട് എനിക്ക് എന്ത് ഉപകാരം കിട്ടും? എന്റെ ഭാര്യയെ കൊണ്ട് എനിക്ക് എന്ത് ഉപകാരം കിട്ടും? എന്റെ വാപ്പാക്കും ഉമ്മാക്കും എന്നെ കൊണ്ട് എന്ത് ഉപകാരം കിട്ടും? എന്റെ വാപ്പാക്കും ഉമ്മാക്കും എന്നെ കൊണ്ട് എന്ത് ഉപകാരം കിട്ടും? ഒരു പക്ഷേ ഈ കാണുന്ന തരത്തിലൊക്കെ നമ്മുടെ വാപ്പയെയും ഉമ്മയെയും മക്കളെയും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ സഹായിക്കുകയും സംരക്ഷിക്കുകയും അവരോട് നമ്മുടെ കടമകളൊക്കെ പൂർത്തീകരിക്കുകയും ചെയ്തുകൊണ്ട് കുറച്ചു കാലം ജീവിച്ചാൽ പിന്നീട് പടച്ചവന്റെ ഭാഗത്തുനിന്ന് നമ്മളിൽ ഓരോരുത്തരെയായി അങ്ങ് തിരിച്ചു വിളിച്ചാൽ എന്നേക്കുമായി കബറിടങ്ങളിൽ നമ്മുടെ ഉറ്റവർ നമ്മളെ ഇറക്കി വെച്ചാൽ, ആ ഇരുളടഞ്ഞ ഖബറിന്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. എന്റെ അമലുകളോടൊപ്പം ഞാനല്ലാത്തവരാരും എന്നോടൊപ്പമില്ല എന്നൊരു ബോധം പാതിരാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യന്റെ മനസ്സിനെ തട്ടി ഉണർത്തുമ്പോൾ അവൻ എഴുന്നേൽക്കുന്നു. അതാ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. സുബ്ഹി നമസ്കാരത്തിൽ, വെള്ളിയാഴ്ചയുടെ ഫജ്ർ നമസ്കാരത്തിൽ നമ്മൾ ഓതുന്ന സൂറത്ത് സജദയിൽ എല്ലാ ദിവസവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പായി ഓതി പതിവാക്കണമെന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച സൂറത്ത് സജദയിൽ അല്ലാഹു നമ്മളെ കൊണ്ട് ഓതിപ്പിക്കുന്നത് തതജാഫാ ജുനൂബുഹും അനിൽ മദാജി. ഈ പാതിരാത്രിയിൽ നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ, 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ, 4 റക്അത്ത് നമസ്കരിക്കുമ്പോൾ, ആ നമസ്കാരത്തിൽ അല്പം ദീർഘമായ നിലയിൽ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഓർക്കണം, നിങ്ങൾ നാളെ ഇരുളടഞ്ഞ ഖബറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് വെളിച്ചം പകരാൻ ഈ അമലുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പരലോകം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിന് ശേഷമുള്ള ആ ലോകത്തിന്റെ അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ, അവിടെ വെളിച്ചമേ ഇല്ല. നമ്മളുടെ ബൾബുകൾ തെളിയുകയില്ല, ട്യൂബുകൾ തെളിയുകയില്ല, നമ്മളുടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവുകയില്ല, ഒന്നും ഉണ്ടാവുകയില്ല. ശരിക്കും നമ്മൾ സങ്കല്പിക്കണം, ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖങ്ങൾക്കൊക്കെ അവിടെ ഒരു പ്രത്യേകമായ തരപ്പെടുത്തലുകളാണ് ഉണ്ടാവുക. അവിടെ ലൈറ്റുകളായി തെളിയേണ്ടത്, ട്യൂബുകളായി തെളിയേണ്ടത്, വെളിച്ചമായി വരേണ്ടത്, നമുക്ക് ആശ്വാസവും സമാധാനവും പകരേണ്ടത് നമ്മുടെ അമലുകളാണ്. പ്രിയപ്പെട്ടവരെ, വ്യക്തമായ നിലയിൽ ഇതൊക്കെ ബോധ്യപ്പെടാനും മനസ്സിലാക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിനെ നമുക്ക് തന്നത്. റമദാനിൽ നമ്മൾ പകലിൽ പട്ടിണിയിരിക്കുന്നു, രാത്രിയിൽ പടച്ചവന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുന്നു,
പകല് വേളയിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു വർത്തമാനത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും നാം നമ്മളെ പൂർണ്ണമായി സൂക്ഷിക്കുന്നു. എന്തിനാണ് ഇപ്രകാരമൊക്കെ നമ്മളെ കൊണ്ട് പടച്ചവൻ ചെയ്യിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു തിരുത്തൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ നയം രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് വരെയും സംഭവിച്ചു പോയ ഒരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകളിൽ നമ്മുടെ ഹൃദയം മോശമായി, നമ്മുടെ ഹൃദയം ദുഷിച്ചു, നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പലതും കടന്നു വന്നു. ആ ഹൃദയത്തിലേക്ക് ഇന്ന് ഒരു പക്ഷേ ആഖിറത്തെ കുറിച്ച് പറഞ്ഞാൽ, പടച്ചവനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടക്കാത്ത ഒരു ദുരവസ്ഥയുണ്ടായി. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചിട്ട് വിശദീകരിക്കുന്നതിന്റെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്ത് ചെയ്യാൻ? അവിടെ ഭാഷയിൽ പറഞ്ഞാൽ എന്ത് പറയാനാണ്, എന്ത് ചെയ്യാനാണ്? ഓന്റെ ഹൃദയം മുഴുവനും പാപകറകളാൽ കറുത്തുപോയി, പാപകറകളാൽ നിറഞ്ഞുപോയി. അവന്റെ ഹൃദയത്തിലേക്ക് ഇനി നന്മകളൊന്നും കടന്നു പോകാത്ത ഒരു ദുരവസ്ഥയുണ്ടായി. എന്തിന്റെ പേരിലാണ്? അവൻ ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മങ്ങളുടെ പേരിൽ, അവൻ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളുടെ പേരിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയാറില്ലേ, നല്ല പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെത്, പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ കരച്ചിൽ വരുമായിരുന്നു. ഇപ്പം പ്രസംഗം കേട്ടിട്ട് കരച്ചിലൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നവന്റെ കുറ്റമല്ല, പിന്നെയോ ആ പ്രസംഗം കേൾക്കുന്ന കാതിന്റെയും ആ കാതിലൂടെ ഇറങ്ങി ചെല്ലേണ്ട കൽബിന്റെയും ദുരവസ്ഥ കൊണ്ടാണ് ഇന്ന് നമുക്ക് പ്രസംഗം കേട്ടിട്ട് മാറ്റമുണ്ടാകാത്തത്, ഖുർആൻ കേട്ടിട്ട് മാറ്റമുണ്ടാകാത്തത്. ഖുർആൻ കേട്ടിട്ട് മാറ്റം ഉണ്ടാകണ്ടേ? പ്രസംഗം കേട്ടിട്ട് മാറ്റം ഉണ്ടാകണ്ടേ? ഖുർആനും ഹദീസും ഖുർആനും ദീനും കേട്ടിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ മാറ്റമുണ്ടാകണമെങ്കിൽ ആ ഹൃദയങ്ങളുടെ മേൽഭാഗത്ത് അടിഞ്ഞു കൂടിയ പാപത്തിന്റെ കറകളും അശുദ്ധികളും കഴുകി വൃത്തിയാക്കണം. എന്നാലാണ് അതിന്റെ ഉള്ളിലേക്ക് ഈ ഈമാനിന്റെ വർത്തമാനം കടന്നു ചെല്ലുകയുള്ളൂ. പരിശുദ്ധ റമദാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുകയാണ്. ഇത് മഹത്തായ ഒരു അനുഗ്രഹമാണ്, സാധാരണ അനുഗ്രഹമൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ റമദാനിന്റെ തലേന്നത്തെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ചില സഹോദരങ്ങൾ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ മരണപ്പെട്ടു. ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. ഇന്ന് ഖുത്ബക്ക് കയറുന്നതിന് മുമ്പ് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ സഹോദരങ്ങളിൽ പലരും ഇങ്ങനത്തെ പല ദുഃഖങ്ങളും പറഞ്ഞു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിയപ്പെടുന്ന പിരിസപ്പെടുന്ന ഞങ്ങളുടെ കാരണവർ പെട്ടെന്ന് മരിച്ചു. രാത്രി അത്താഴം കഴിച്ചതായിരുന്നു, രാവിലെ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്നു. കരച്ചിലും സഹിക്കാൻ കഴിയുന്നില്ല, പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല, ദ്വാരക്കണേ എന്ന് പറയും. ഇത് കേട്ടിട്ട് ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഒരു വാർത്ത കേൾക്കുന്നത് പോലെ അങ്ങ് കേട്ട് തള്ളുകയാണോ? പ്രിയപ്പെട്ടവരെ, നമ്മളും ഇതുപോലെ നടത്തത്തിന്റെ ഇടയിൽ എവിടെങ്കിലും ഒന്നിരിക്കും, നടത്തത്തിന്റെ ഇടയിൽ എവിടെങ്കിലും ഒന്നിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരനില്ലേ, ഓർമ്മ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന സഹോദരനില്ലേ, അദ്ദേഹം ബാഡ്മിന്റൺ കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒന്ന് ഇരുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ തൗഫീഖ് തരുമാറാകട്ടെ. ഇത്ര വ്യക്തമായ നിലയിൽ ഖുർആനിനെയും ഹദീസിനെയും പടച്ചവന്റെ വചനങ്ങളെയും നേർക്ക് നേരെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നമ്മുടെ മുമ്പിൽ വ്യക്തമായ തെളിവുകളെ, ഉദാഹരണങ്ങളെ, ഉപമകളെ അള്ളാഹു നമ്മുടെ മുമ്പിൽ നിരത്തി തരും. ചില ആളുകൾ പറയാറില്ലേ, അയാൾ മരുന്ന് കഴിക്കുന്നതിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, അയാൾ വ്യായാമം ചെയ്യാത്തത് കൊണ്ടാണ്, അയാൾക്ക് ഒരു ബോധവും കഥയില്ലാത്തത് കൊണ്ടാണ്, അയാളാണ് അയാളെ മരിപ്പിച്ചത് എന്നൊക്കെ നമ്മൾ ന്യായം പറയാറില്ലേ? അല്ല പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ന്യായമാണെങ്കിലും ഓടിച്ചാടി ഊർജ്ജസ്വലരായി നടക്കുന്നതിന്റെ ഇടയിൽ ഇടയ്ക്ക് എവിടെങ്കിലും ഒന്നിരിക്കും. ആ ഇരുത്തം ചിലപ്പോൾ എന്നേക്കുമായിരിക്കും, ചിലപ്പോൾ ഓടിച്ചാടി കളിക്കുന്നതിന്റെ ഇടയിൽ എവിടെങ്കിലും ഒന്ന് മറിഞ്ഞു വീഴും. ആ വീഴ്ച എന്നേക്കുമായി ഖബറിലേക്കുള്ള തുടക്കമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒന്ന് സംഭവിക്കുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ കുറിച്ചിട്ട് നീ കരുതിയിരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയും. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമ ലാ യജ്സി വാലിദുൻ അൻ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈആ. അരികിലിരിക്കുന്ന മക്കൾക്ക് മാതാപിതാക്കളോട് ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മറിഞ്ഞു വീണ് അവരുടെ മടിയിൽ കിടക്കുന്ന ആ ദുരവസ്ഥയ്ക്ക് മുമ്പ് മാതാപിതാക്കളെ, നിങ്ങൾ നല്ല അമലുകൾ ചെയ്യണേ. അങ്ങേയറ്റം സ്നേഹത്തോടെ വാത്സല്യത്തോടെ മടിയിൽ കടത്തി ആ താരാട്ട് പാടി താലോലിച്ച് പോറ്റി വളർത്തുന്ന കൊച്ചു കിടാങ്ങൾ ഒരുപക്ഷെ ഞങ്ങളുടെ മടിയിൽ കടന്ന് പടഞ്ഞു മരിക്കുമ്പോൾ അവരോട് സഹതപിക്കാനും വാവിട്ട് കരയാനുമല്ലാതെ മറ്റൊന്നും കഴിയാത്തൊരു ദുരവസ്ഥയിൽ മക്കളുടെ മരണത്തിന് സാക്ഷികളാകാൻ പോകുന്നവരെ, നിങ്ങളുടെ മക്കളുടെ സ്വഭാവം നന്നാക്കാൻ ശ്രമിക്കണമേ, നിങ്ങളുടെ മക്കളുടെ ജീവിതം നന്നാക്കാൻ ശ്രമിക്കണമേ. നമ്മൾ ഓരോരുത്തരും ഈ ബോധത്തിലേക്ക്, ചിന്തയിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കണമേ. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമദാൻ തന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം. ഇതാ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ മേൽ അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കുകയാണ്. എന്തിനാ നോമ്പ് നിർബന്ധമാക്കുന്നത്?
കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് സ്വർഗ്ഗത്തിൽ പോയ മഹാത്മാക്കളുടെ ഒക്കെ മേലെ അള്ളാഹു നിയമമാക്കിയിരുന്നത് പോലെ നിങ്ങളുടെ മേലും അള്ളാഹു ഇതിനെ നിയമമാക്കുകയാണ്. എന്തിനാണെന്നറിയോ? ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലക്കും തത്തഖൂൻ. ഈ പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് നിങ്ങളുടെ ജീവിതം സൂക്ഷ്മതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ, നിങ്ങളുടെ ജീവിതം സൂക്ഷ്മതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ. അങ്ങനെ ജീവിതം സൂക്ഷ്മതയിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെ? നിങ്ങൾക്ക് കൊള്ളാം. ഞാൻ നന്നായാൽ എനിക്ക് കൊള്ളാം. ഞാൻ നന്നായാൽ എന്റെ മരണം എനിക്ക് എളുപ്പമാകും. ഞാൻ നന്നായാൽ എന്റെ ഖബറിൽ ഞാൻ സുഖമായി കിടക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ മോശക്കാരനായാൽ, അനുസരണഘട്ടവനായാൽ, താന്തോന്നിയായാൽ, വൃത്തികെട്ടവനായാൽ എന്റെ മരണം മോശമാകും. ഞാൻ ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കുമ്പോൾ അതിന്റെ ഇരുളുകളിൽ അദാബുകൾ അനുഭവിക്കാൻ ഞാൻ ഒറ്റയ്ക്കേ കാണൂ. എന്നെ മോശമായ അമലുകളിലേക്കും പ്രവൃത്തികളിലേക്കും കൂട്ടുകെട്ടിലേക്കും നിർബന്ധിക്കുകയും ക്ഷണിക്കുകയും ചെയ്ത ചങ്ങാതിമാരൊന്നും എന്നോടൊപ്പം ഖബർസ്ഥാനിൽ വരൂലല്ലോ, എന്നോടൊപ്പം ഖബർസ്ഥാനിൽ വരികയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, എന്നോടൊപ്പം ഖബർസ്ഥാനിൽ വന്നാലും കുഴിയുടെ ഉള്ളിൽ അടച്ചു മൂടിയ മയ്യത്തിനെ അവർ ഒറ്റപ്പെടുത്തിയിട്ട് തിരിച്ചു കടക്കൂലേ? പിന്നെ ഞാൻ എന്റെ അമലുകളോടൊപ്പം കാലാകാലത്തേക്ക് ഖബർ ജീവിതം നയിക്കേണ്ടി വരികയില്ലേ? അതുകൊണ്ട് ഈ ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാനാണ് ലഅല്ലക്കും തത്തഖൂൻ അല്ലാഹു തആല നമുക്ക് നോമ്പ് തന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമളാൻ നമുക്ക് സമാഗതമായി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഖബറിലല്ല, നമ്മൾ ഐസിയുലല്ല, നമ്മൾ വെന്റിലേറ്ററിലല്ല, നമ്മൾ ആശുപത്രികളിലല്ല. ഇത്തരം ദുരവസ്ഥകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി ഇന്ന് നമ്മളെ അല്ലാഹു പള്ളിയിൽ എത്തിച്ചു. അൽഹംദുലില്ലാഹ്, നമ്മൾ ആരോഗ്യവാന്മാരാണ്, നമ്മൾ ബുദ്ധിയുള്ളവരാണ്. ഈ ബുദ്ധിയെ നഷ്ടപ്പെടുത്തരുത്, ഈ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തരുത്, ഈ ആയുസ്സിനെയും ഈ അവസരത്തെയും നഷ്ടപ്പെടുത്തരുത്. ഈ ആയുസ്സിനെയും അവസരത്തെയും നഷ്ടപ്പെടുത്താതെ പരമാവധി അമലുകൾ ചെയ്യണം. റമദാനിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകൾ ഒരുപാടുണ്ട്. ഏറ്റവും പ്രധാനമായി നമ്മൾ അനുഷ്ഠിക്കേണ്ടത് നോമ്പാണ്. നോമ്പ് നിർബന്ധമാണ്. നോമ്പിന്റെ പ്രതിഫലം പറയാൻ കഴിയാത്തത്ര വലുതാണ്. അതുകൊണ്ട് നിർബന്ധമായി നമ്മൾ നോമ്പ് അനുഷ്ഠിക്കണം. നോമ്പ് മര്യാദയോടുകൂടി പാലിക്കണം. അഥവാ വെറും പട്ടിണി മാത്രമാകരുത്. നാവിനെ സൂക്ഷിക്കണം, കണ്ണിനെ സൂക്ഷിക്കണം, കാതിനെ സൂക്ഷിക്കണം. ആ നിലയിൽ സൂക്ഷ്മതയോടുകൂടി നോമ്പെടുക്കാൻ ശ്രമിക്കണം. രണ്ടാമതായി, നോമ്പിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ടത് പാതിരാത്രിയിലുള്ള ഇബാദത്താണ്, നമസ്കാരമാണ്. നമസ്കാരങ്ങൾക്ക് പ്രാധാന്യം നൽകണം. പ്രത്യേകിച്ച് ഫർദ് നമസ്കാരത്തിൽ ശ്രദ്ധിക്കണം. ഫർദ് നമസ്കാരങ്ങളോടൊപ്പം സുന്നത്ത് നമസ്കാരങ്ങളിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. അതിലും വിശേഷിച്ച് റമദാനിന്റെ പ്രത്യേകതയായി നമ്മൾ നിർവഹിച്ചു പോരുന്ന തറാവീഹ് നമസ്കാരത്തിൽ എല്ലാ സഹോദരി സഹോദരന്മാരും നിഷ്ഠ പുലർത്തണം. നിർബന്ധ ബുദ്ധിയോടുകൂടി തഹജ്ജുദ് നമസ്കരിക്കണം. അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ വെറും തിന്നലും കുടിക്കലും മാത്രമാകാതെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ 2 or 4 റക്അത്തെങ്കിലും നിസ്കരിക്കണം. സുജൂദിൽ കിടക്കണം, കരയണം, നമ്മുടെ ദുഃഖങ്ങൾ പറയണം, നമ്മുടെ വേദനകൾ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കണം. കരഞ്ഞ കണ്ണുനീരിനെ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സന്നിധിയിൽ സ്വർഗമായി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമല് തന്റെ അടിമ തന്നെ ഓർത്ത് കരയുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നോമ്പെടുക്കുന്നതിൽ ശ്രദ്ധിക്കണം. സുന്നത്തും ഫർളുമായ നമസ്കാരങ്ങളിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് തഹജ്ജുദ് നമസ്കാരത്തിലും തറാവീഹ് നമസ്കാരത്തിലും ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, അതിനോടൊപ്പം നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിക്കണം. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. സക്കാത്ത് കൃത്യമായി അളന്ന് തൂക്കി കണക്കാക്കി കൊടുക്കാൻ ശ്രമിക്കണം. സദഖകൾ വർദ്ധിപ്പിക്കണം. മറ്റുള്ളവരെ സഹായിക്കണം, പാവങ്ങളെ സഹായിക്കണം. പട്ടിണിക്കാരോട് നമുക്ക് പ്രതിബദ്ധത ഉണ്ടാകണം. അതിനാണ് അല്ലാഹു നമുക്ക് നോമ്പ് തന്നത്. അതുകൊണ്ട് പറ്റുന്നിടത്തോളം അയൽവാസികളെ സഹായിക്കണം, ബന്ധുമിത്രാദികളെ സന്ദർശിക്കണം. അവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകളും എല്ലാ ഖൈറുകളും ചെയ്യാൻ ശ്രമിക്കണം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, റമദാനിൽ നമുക്ക് അനുഷ്ഠിക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു അമല് പള്ളികളുമായി കൂടുതൽ ബന്ധമുണ്ടാക്കണം. സാധാരണ നമ്മൾ റമദാനിന്റെ അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫിരിക്കണമെന്ന് പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് നമ്മൾ പരിശോധിച്ചാൽ, തങ്ങളുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ, തങ്ങൾ റമദാനിന്റെ ആദ്യത്തെ 10ലും ഇഅ്തികാഫിരുന്നിട്ടുണ്ട്, രണ്ടാമത്തെ 10ലും ഇഅ്തികാഫിരുന്നിട്ടുണ്ട്, 30 ദിവസവും ഇഅ്തികാഫിരുന്നിട്ടുണ്ട്. പള്ളികളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുക എന്നതാണ് റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ സമയം മറ്റു പണിയും ജോലിയും ഒക്കെ ഇല്ലാത്ത സമയത്ത് വേഗം പള്ളിയിൽ വരണം, ഇഅ്തികാഫിന്റെ നിയത്ത് വെക്കണം, ഇരുന്ന് നിസ്കരിക്കുകയോ ഖുർആൻ ഓതുകയോ മറ്റോ ഒക്കെ ചെയ്യണം. പള്ളികളുമായുള്ള ബന്ധം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അമല്. ഖുർആൻ ഷരീഫുമായുള്ള ബന്ധം നമ്മൾ വർദ്ധിപ്പിക്കണം. ഖുർആനിന്റെ പാരായണം, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് നമ്മൾ ഓതി കേൾക്കാറില്ലേ? ഈ മാസം റമദാൻ
ഖുർആനിന്റെ മാസമാണ്. അതുകൊണ്ട് എല്ലാ സഹോദരി സഹോദരന്മാരും ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസത്തിൽ 3 ജിസുവെങ്കിലും ഖുർആൻ ഓതാൻ ശ്രമിക്കണം. ഓതാൻ അറിയില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കരുത്. ഖുർആനിനെ എടുത്തു വെക്കണം, പഠിക്കാൻ ശ്രമിക്കണം. ഒരു ദിവസം 3 ജിസു ഓതാൻ കഴിയുന്നവർ ഓതണം. ഇനി ഓതാൻ കഴിയുന്നില്ലെങ്കിൽ 3 ജിസു ഓതുന്ന അത്രയും സമയമെങ്കിലും ഖുർആൻ പഠിക്കാൻ വേണ്ടി ഈ സമുദായത്തിലെ സഹോദരി സഹോദരന്മാർ സമയം ചെലവഴിക്കണം. നമുക്കൊരിക്കലും ഇതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അടുത്ത വർഷത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആരുടെ കൂട്ടത്തിലായിരിക്കും? ഭൂമിയിലുണ്ടോ? അല്ല. ഭൂമിയിലുണ്ടെങ്കിലും ആരോഗ്യവാന്മാരാണോ? ഇതൊന്നും അറിയില്ല. അതുകൊണ്ട് സമയം നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ്, ആയുസ് തീർന്നു പോകുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് തൗഫീഖ് ചോദിച്ചുകൊണ്ട് ഈ അമലുകളിലൊക്കെ മുന്നേറാൻ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും അതിന് തൗഫീഖ് തരുമാറാകട്ടെ. റമദാനിലെ മഖ്ബൂലിങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. സുഅദാക്കളിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. റമദാനോടുകൂടി ജീവിതം മുഴുവൻ കഴുകി വൃത്തിയാക്കിയ നല്ല സാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെയൊക്കെ പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉമ്മവാപ്പമാർക്ക് ആഫിയത്തും സിഹത്തും സലാമത്തും നൽകുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്കൊക്കെ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കടങ്ങളെയും കഷ്ടപ്പാടുകളെയും ഒക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. കടങ്ങളെയും കഷ്ടപ്പാടുകളെയും ഒക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ അള്ളാഹു ഹാസലാക്കി തരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.